യു പിയിലേക്ക് മോദി കാലുകുത്തേണ്ട. ഇവിടെ നോക്കി നടത്താൻ യോഗി തന്നെ ധാരാളം. എല്ലാ ഉത്തരവാദിത്തങ്ങളും യോഗിക്ക് നൽകിക്കൊണ്ട് മോദിയെ പുറത്താക്കിയിരിക്കുകയാണ് RSS. ഇങ്ങനെ കടുത്ത നീക്കത്തിലേക്ക് RSS കടന്നിട്ടുണ്ടെങ്കിൽ അത് മോദിയുടെ അഹങ്കാരത്തിന് കിട്ടിയതാണ് എന്നാണ് ഇപ്പോൾ പല നേതാക്കളും പിറുവിറുക്കുന്നത്. 2014 മുതൽ BJP എന്നാൽ മോദി മാത്രമാണ് എന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ നീങ്ങിയത്. മോദി കാ ഗ്യാരണ്ടി, മോദി കാ പരിവാർ എന്നിങ്ങനെ എല്ലാ മേഖലയും മോദി കൈയടക്കി വെച്ചപ്പോൾ RSS എന്ന വന്ന വഴി മോദി തീർത്തും മറന്നു കളയുകയായിരുന്നു. പക്ഷെ മൂന്നാം ഊഴത്തിൽ മോദിക്ക് കണക്കുകൂട്ടലുകൾ അത്രയും പിഴച്ച് ഭൂരിപക്ഷം തീർക്കാനാവാതെ മോദി തോറ്റടിഞ്ഞപ്പോൾ RSSും ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കുകയാണ്. അതിലൊന്നാണ് ഈ പുറത്താക്കലും യോഗിയെ പിടിച്ചിരുത്തലും. അതായത് UP അസംബ്ലിയിലെ 10 സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയവും തന്ത്രങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണ അധികാരം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നൽകാൻ ധാരണയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ RSS നേതാവ് അരുൺകുമാറിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് ധാരണയായത്. താൻ പഠിച്ച പണി 18ഉം മോദിയും അമിത്ഷായും നോക്കിയതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി യോഗിയുടെ തലയിൽ കെട്ടിവെച്ച് പൂട്ടാമെന്ന് മോദി മനസ്സിൽ കണ്ടപ്പോൾ അത് യോഗി മാനത്ത് കണ്ട് RSS കോട്ടയിൽ അഭയം പ്രാപിക്കുകയായിരുന്നു. കൂടാതെ മോദിയുടെ അമിത ആത്മവിശ്വാസമാണ് അയോധ്യയിലടക്കം തോൽവിയിലേക്കെത്താൻ കാരണമെന്നും യോഗി ആഞ്ഞടിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇനി കേന്ദ്ര നേതാക്കളെ നോക്കിയിരിക്കേണ്ടതില്ല, വേണ്ട വിധം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കണം, അങ്ങനെ വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കാണിക്കാമെന്നതാണ് മന്ത്രിമാർക്ക് യോഗിയുടെ താക്കീത്. ഇതോടെ മോദി ഒന്നുമല്ലാതെ വട്ടപൂജ്യമായി മാറി. പല തരത്തിൽ യോഗിയെ പൂട്ടിക്കെട്ടാമെന്ന് മോദി കണക്ക് കൂട്ടിയെങ്കിലും അതൊക്കെ പിഴച്ചു എന്ന് മാത്രമല്ല, യോഗി കയറി സ്കോർ ചെയ്യുകയാണിപ്പോൾ. അതേസമയം യോഗിക്കെതിരെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ വിമത നീക്കവും UP യിൽ ശക്തമായിരുന്നു. ഒടുക്കം അതിനും RSS വക യോഗിക്ക് പരിഹാരം. ഒടുവിൽ വിമത നീക്കം നടത്തിയ ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ തന്നെ യോഗിയെ പാടി പുകഴ്ത്തി രംഗത്ത് വരികയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ യോഗിയെ തളക്കാനുള്ള എല്ലാ വഴികളും അടഞ്ഞപ്പോൾ മോദി ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഒരു പാവയെപ്പോലെ സഖ്യകക്ഷികൾക്കും പാർട്ടി നേതാക്കൾക്കുമിടയിൽ ആടാൻ മാത്രമേ മോദിക്കാവുന്നുള്ളൂ. അഥവാ പല്ലും നഖവും കൊഴിഞ്ഞ BJP സിംഹമായി മോദി മാറി. ഒത്താശ പാടിയ അമിത്ഷായെ കാണാനായില്ല. 1 തൊട്ട് 3 വരെ എന്ന് പറയാറുള്ളത് പോലെ 3-ൽ എല്ലാ ചുവടും പിഴച്ചു ഈ തലതൊട്ടപ്പന്മാർക്ക്.